എടാ ആദർശേ, ഇത്രയും നാളായിട്ട് ഒരു ഇത്തിരി മുല്ലപ്പൂ മാല വാങ്ങിച്ചു തരാൻ നിനക്ക് തോന്നിയിട്ടില്ലല്ലോ. ഇപ്പോൾ നിന്റെ ഭാര്യയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ നീ വാങ്ങിച്ചു കൊടുത്തല്ലോ ആദർശേ. ഇത്രയേ ഉള്ളടാ സ്നേഹം. ഞാൻ കരുതിയത് എൻ്റെ മകൻ എന്നോട് ജീവനാണെന്നാണ്. എന്നാലും ഇക്കാലം അത്രയും ഞാൻ നിന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഒരിത്തിരി മുല്ലപ്പൂ മാല നീ എനിക്ക് വാങ്ങിച്ച് തന്നില്ലല്ലോടാ. അമ്മയ്ക്ക് ഞാൻ എത്ര തവണ തലയിൽ വെക്കാൻ പൂമാല വാങ്ങിച്ച് തന്നിട്ടുള്ളതാ. എടാ, ഞാനത് ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമല്ലേ നീ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. അല്ലാതെ നിനക്ക് തോന്നി നീ ഒരിക്കലെങ്കിലും എനിക്ക് മേടിച്ച് തന്നിട്ടുള്ളൂ ആദർശേ. നീ ഇനി എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട, കയറിപ്പോടാ. അയ്യോ, ഒരു മുല്ലപ്പൂ മാലയാണ് പ്രശ്നം അത്രയും ഉണ്ടാക്കിയത്. നമ്മുടെ ആദർശിന് കാലത്തിന് ഒരു ഇത്തിരി മുല്ലപ്പൂമാല നയനയ്ക്ക് വാങ്ങിച്ച് മുടിയിൽ വെച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ദേവയാനി അനന്തപുരി അത്രയും അടിച്ച് തകർത്തിട്ടിരിക്കുകയാണ് നമ്മുടെ ദേവയാനി. അപ്പോൾ നാക്കുകൊണ്ടാണേ. അപ്പോൾ നമുക്ക് എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ആദർശ് നമ്മുടെ നയനയോട് പറയുകയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നയനെ, ഞാനും കിരണും ഒരേ സമയത്താണ് MBA കഴിഞ്ഞത്. അത് കഴിയുമ്പോഴത്തേക്ക് അവൻ സ്വന്തമായിട്ട് അവനൊരു കമ്പനി ഇട്ടു, അവനങ്ങ് മാറി. അതുപോലെ തന്നെ ഞാനും എൻ്റേതായിട്ടുള്ള രീതിയിൽ മൂർത്തിസ് ജ്വല്ലറിയിൽ മുത്തശ്ശൻ്റെ കൂടെ അങ്ങനെ ആ ഒരു രീതിയിൽ പോയിരുന്നു. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ പിന്നീടാണ് കല്യാണി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ശരിക്കും അവൻ്റെ കമ്പനിയിൽ ജോലി നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് കല്യാണിക്ക് അവനോട് ഇഷ്ടം തോന്നി, അവനും തിരിച്ചും തോന്നി. അങ്ങനെ അവർ തമ്മിലുള്ള വിവാഹം നടന്നത്. ശരിക്കും എനിക്കങ്ങനെ പ്രണയിക്കാനൊന്നും ആരെയും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും പ്രണയിച്ചിട്ടുമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയണ, അതിന് നിങ്ങളുടെ ജുവല്ലറിയിലും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടും സൗന്ദര്യമുള്ള സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ നോക്കിക്കൂടായിരുന്നു? ഓ, നീ പറയുന്ന കേട്ടാ തോന്നുമല്ലോ ഞാനങ്ങ് പ്രണയരോഗിയാണെന്ന് തോന്നുമല്ലോ. എനിക്ക് അങ്ങനെ ആരോട് തോന്നിയിട്ടില്ല. പിന്നെ ഒരു ഇഷ്ടമൊക്കെ എനിക്കൊരാളോട് തോന്നി. അതാരോടാണ്? അതാരോടുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, നിനക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ? പിന്നെ ഇല്ലാതെ, എനിക്ക് ഒരുപാട് പേരോട് പ്രണയം തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേരോടോ? അതെ, എൻ്റെ ആദർശേട്ടാ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് പ്രണയം തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ നന്ദുവിനോടും നവ്യേച്ചിയോടും എനിക്ക് പ്രണയം തോന്നിയിട്ടുണ്ട്. അതുപോലെ കല്യാണിയോടും എനിക്ക് പ്രണയമായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ എന്നിട്ട് നമ്മുടെ നയന പറയണം, പിന്നീട് ഇപ്പോൾ ഒരാളോടും പ്രണയമൊക്കെ തോന്നുന്നുണ്ട്. അതാരോടാ ഇപ്പം തോന്നുന്നത്? അതൊക്കെ ഉണ്ട്. എന്നാൽ ആ ആളിൻ്റെ പേരൊന്ന് പറ. അത് പറയാൻ പറ്റില്ല. അതെന്താ? അതെ, ഒരു അബ്നോർമലായിട്ടുള്ള ആളാണ്. അബ്നോർമലായിട്ടുള്ള ആളോ? അതെ, അബ്നോർമലായിട്ടുള്ള ആളാണ്. അതുകൊണ്ടേ തൽക്കാലം ആ ആളിൻ്റെ പേര് പറയുന്നില്ല. ആരാണെന്ന് പറ. ഇത് എന്നോട് ചോദിക്കുന്ന ആദർശേട്ടൻ്റെ ചോദ്യത്തിൽ തന്നെയുണ്ട് ആ ആൾ ആരാണെന്ന്. എന്നിട്ട് കല്യാണി നയന അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ആദർശ് മനസ്സിൽ പറയാണ്, എനിക്കറിയാം നയനെ, നീ അബ്നോർമലായിട്ടുള്ള ആളെന്ന് പറഞ്ഞത് എന്നെ തന്നെയാണെന്ന്. ശരിക്കും നീ അങ്ങനെ ചിന്തിക്കുന്നതിന് നിന്നെ കുറ്റം പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. ആ രീതിയിൽ തന്നെയാണല്ലോ ഞാൻ നിന്നോട് ഇതുവരെയും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഭർത്താവിൻ്റേതായിട്ടുള്ള യാതൊരുവിധ കടമകളും ഞാൻ നിന്നോട് നിറവേറ്റിയിട്ടില്ല. അതൊക്കെ കൊണ്ട് നീ എന്നെ അബ്നോർമൽ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എടാ ആദർശേ, നീ ഇങ്ങനെ ഇരുന്നാൽ ഇനി മതിയോ? നീ ഇനിയെങ്കിലും അവളെ തിരിച്ചറിയണ്ടേ, അവളെ സ്നേഹിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആദർശ് സ്വയം ചോദിക്കുകയാണ്. അതേസമയത്ത് നമ്മുടെ കിരണും നമ്മുടെ ആദർശം തമ്മിൽ കാണുകയാണ്. അപ്പോൾ നമ്മുടെ കിരൺ കല്യാണി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. അത് മറ്റൊന്നും അല്ല, നമ്മുടെ കിരൺ പറയുകയാണ്, എടാ നീ അവസാനം നിൻ്റെ ഭാര്യയെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ കൊണ്ടുവന്നു. അത് പിന്നെ മുത്തശ്ശന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. എടാ മണ്ട, നീ വിവാഹം കഴിച്ചതും ഭാര്യയോടൊപ്പം ജീവിക്കുന്നതും നിൻ്റെ മുത്തശ്ശന് വേണ്ടിയിട്ടാണോ? നീ നിനക്ക് വേണ്ടിയിട്ട് ജീവിക്കടാ എന്ന് പറയണ. അപ്പോൾ ആദർശ് പറയണ, അത് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കുമെന്ന് പറഞ്ഞാലേ നീ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല അവളുടെ സ്വഭാവം. എടാ, നീ വിചാരിക്കുന്ന കണക്കുള്ള സ്വഭാവം അല്ലെന്നൊന്നും നീ പറയണ്ട. നിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ അധികം നാളൊന്നും അവൾ നിൻ്റെ വീട്ടിൽ ഉണ്ടാവില്ല. അവളെ പാട്ടിന് പോവും. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? കല്യാണിയോട് അതിനെപ്പറ്റി വല്ലതും നയന പറഞ്ഞിട്ടുണ്ടോ? കല്യാണിയോട് പറഞ്ഞു, ഇനി എന്തെങ്കിലും ഒരു പ്രശ്നമായി കഴിഞ്ഞാൽ നയന പോയാൽ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു. കല്യാണി അതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തും പറഞ്ഞിട്ടുണ്ട്. കല്യാണി എന്തിനാ ആവശ്യമില്ലാതെ നയനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ പോകുന്നത്? കല്യാണി മാത്രമല്ലടാ, ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാനും സപ്പോർട്ട് ചെയ്ത് തന്നെ പറഞ്ഞേനെ. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? എന്ത് പണിയാണെന്നോ? എടാ, അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്.
അവൾ വന്ന് കയറിയതിന് ശേഷം ഉണ്ടല്ലോ നിങ്ങളെ കുടുംബത്തിൽ നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കല്യാണി വന്നിട്ട് എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. ഈ രണ്ട് പേരും എന്താ പറയുന്നത്, ഞാൻ പലപ്പോഴും കരുതിയിട്ടുണ്ട് ഇവർ രണ്ട് പേരും കൂടപ്പിറപ്പുകളായിട്ട് ജനിക്കാതിരുന്നത് കഷ്ടമായിപ്പോയെന്ന്. കാരണം രണ്ട് പേരും ഒരേ റേഞ്ചിലുള്ള കുട്ടികളാണ്. ശരിക്കും എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, ഞാനും നീയും സഹോദരങ്ങളെ പോലെ ജനിക്കണമായിരുന്നു, നമ്മൾ രണ്ടുപേരും ഒരേ റേഞ്ചിലുള്ള ആളുകളാണെന്ന്. എന്നാൽ വിവാഹം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ നിൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കിയപ്പോഴുണ്ടല്ലോ എനിക്ക് മനസ്സിലായി നമ്മൾ രണ്ടുപേരും ഒരേ റേഞ്ചിലുള്ള സ്വഭാവമല്ലെന്ന്. നിന്റെ ബാക്കിയുള്ള സ്വഭാവങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ തമ്മിൽ ഒരുപോലെയാണ്, എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ മാത്രം നീ ഒരു തോൽവിയാണല്ലോടാ ആദർശേ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയാണ്, എടാ നീ വിചാരിക്കുന്ന കണക്കല്ല, വിവാഹത്തിന് മുമ്പുണ്ടല്ലോ അവൾ എൻ്റെ കർണത്തടിച്ചു. എൻ്റെ ആദർശേ, വിവാഹത്തിന് മുമ്പ് അവൾ നിൻ്റെ കാരണത്തല്ലേ അടിച്ചോളൂ. വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ അവളോട് കാണിക്കുന്ന പ്രവൃത്തി വെച്ച് നോക്കിയാലുണ്ടല്ലോ വേറെ വല്ല പെൺകുട്ടിയാണെങ്കിലുണ്ടല്ലോ നിൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കേണ്ട സമയം കഴിഞ്ഞുപോയി എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയാണ്, അത് പിന്നെ ഞാനിനി സ്നേഹിക്കാനായിട്ട് ശ്രമിച്ചോളാം. അതെ, എനിക്ക് വേണ്ടിയിട്ട് നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കേണ്ട, നിനക്ക് വേണ്ടി നീ സ്നേഹിച്ചാൽ മതി. എടാ നീ 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 നിൻ്റെ ജ്വല്ലറി വിട്ടിട്ട് വീട്ടിലോട്ട് പോകുന്ന സമയത്തെ ഒരിത്തിരി മുല്ലപ്പൂ അല്ലെങ്കിൽ ഒരു സാരി, അതും അല്ലെങ്കിൽ നിൻ്റെ ജ്വല്ലറിയിൽ ഇഷ്ടം പോലെ സ്വർണ്ണം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലെന്തെങ്കിലും ഒരു ചെറുത് നിൻ്റെ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തു നോക്കിയേ, അവൾക്ക് എന്തുമാത്രം സന്തോഷമാവുമെന്ന് അറിയാമോ? എടാ ഇതൊക്കെയാണ് ഒരു പെൺകുട്ടിയുടെ മനസ്സിലുള്ള സന്തോഷം. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നും കാണില്ല, എന്നാൽ നമ്മളിൽ നിന്ന് അത് ആ ഒരു സംഭവം നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പരിഗണന ഉണ്ടല്ലോ, ആ ഒരു തണൽ, അതാണ് അവരെ സന്തോഷത്തിൽ അവർക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്നത്. നീ നിൻ്റെ ഭാര്യയെ അങ്ങനെ വല്ലതും ഒന്ന് സ്നേഹിച്ച് നോക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ട് പോവുകയാണ് നമ്മുടെ കിരണ്. അങ്ങനെ നമ്മുടെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ അനിയാണ്. അനി നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട്സിനെ കാണുകയാണ്. കണ്ടിട്ട് പറയുകയാണ്, നീയൊക്കെ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? നന്ദുവിന് എന്നോട് പ്രണയം ഉണ്ടെന്ന് നീയൊക്കെയല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോൾ പ്രണയം എല്ലൊരു മണ്ണാങ്കട്ടയില്ല, ഞാൻ വെറും മണ്ടനായിപ്പോയി. ഞാൻ ഇനി അവളുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് എനിക്കറിയില്ല. അവൾക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എന്നോടൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമായിരുന്നു. ഞാൻ അവളുടെ വെറും ഫ്രണ്ടായിട്ടായിരുന്നു അവൾ എന്നെ കരുതിയിരുന്നത്. ഞാനായി അത്രയും തെറ്റിദ്ധരിച്ചത്. ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? നീയൊക്കെ എല്ലാത്തിനും കാരണം. നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളോട് നന്ദുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്, അതായത് അനിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഉടനെ തന്നെ നന്ദുവിൻ്റെ ഫ്രണ്ട് പറയണം, അത് ശരിയാ അനി, ശരിക്കും നന്ദു പറഞ്ഞതാണ്. പക്ഷെ നന്ദു ഇപ്പോൾ അത് മാറ്റി പറയുന്നെങ്കിൽ അതിന് പിന്നിൽ വേറെ എന്തെങ്കിലും കാണും. ഒന്നുകിൽ നയനേട്ടത്തി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളോട് ആരെങ്കിലും അവളെ കൊണ്ട് തിരുത്തി പറയിച്ചതായിരിക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ അനി പറയണം, ഇനി മേലായി ഈ കാര്യവും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് നിങ്ങൾ ഒറ്റ മനുഷ്യനും വന്നേക്കരുത്. പിന്നെ അനിയുടെയും അനാമികയുടെയും വിവാഹമാണ് വരുന്നത്. ആ വിവാഹത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ പങ്കെടുക്കുക, എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് സദ്യ ഉണ്ടിട്ട് നിങ്ങളങ്ങ് പോവുക, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇനി ചർച്ച ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അനി ബൈക്കിൽ പോവുകയാണ്. അങ്ങനെ നമ്മുടെ അനിയുടെ ഫ്രണ്ട്സ് പറയുകയാണ്, ഇനി നമുക്ക് നന്ദുവിനെ ഒന്ന് കാണണം, നന്ദു അത് എന്ത് പണിയാണ് കാണിച്ചതെന്ന് പറഞ്ഞിട്ട് അവർ നേരെ നന്ദുവിനെ തിരക്കിയിട്ട് നന്ദാവനത്തിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നമ്മുടെ നന്ദു ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നീ എന്ത് പണിയാണ് നന്ദു, നീ എന്താ അവസാനം അനിയെ തേച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയാണ്, ഞാൻ തേക്കാനോ, ഞാൻ എങ്ങനെ തേച്ചു എന്നാണ് നീയൊക്കെ പറയുന്നത്? അല്ല, നിനക്ക് അവനോട് പ്രണയം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് അവസാന നിമിഷം നീ എന്തിനാ കൈമലർത്തി കാണിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണേ, ദേ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞോ എനിക്ക് അനിയോട് പ്രണയമുണ്ടെന്ന്? നീ പിന്നെ പറയാതെ എത്രയോ തവണ നീ ഞങ്ങളോട് പറയാതെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ ഇപ്പം ഏൽക്കാതിരിക്കുന്നത്? അപ്പം നന്ദു പറയണം, അതെ, അനാമികയും അനിയും തമ്മിലുള്ള വിവാഹമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്, അത് എത്രയും പെട്ടെന്ന് നടക്കുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ അനാവശ്യമായിട്ട് എൻ്റെ പേര് വലിച്ചഴക്കരുത്, പറഞ്ഞേക്കാം എന്നിങ്ങനെ പറയണം. അപ്പോൾ ഒരു ഫ്രണ്ട് പറയണം, വിവേക് പറയുകയാണ്, അതെ, നീ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, ഇത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം നിൻ്റെ മനസ്സ് നിറയെ അനിയാണെന്ന്. പക്ഷെ നീ ആർക്കോ വേണ്ടിയിട്ട് എന്തിനോ വേണ്ടിയിട്ട് നീ അതിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് എന്നിങ്ങനെ പറയുമ്പോൾ നന്ദു ഇങ്ങനെ എന്താണ് ഈ പറഞ്ഞ കക്ഷിയുടെ വിവേകിൻ്റെ ഷർട്ടിൽ ഇങ്ങനെ കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എടാ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, മേലാൽ ഇങ്ങനെയുള്ളൊരു കാര്യവും പറഞ്ഞ് എൻ്റെ മുന്നിൽ ഒറ്റ എണ്ണം വന്നു പോവല്ലേ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ വിവേക് പറയണം, അല്ലടി, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം നമുക്കുണ്ടാവുമ്പോൾ അതിലാദ്യം ഇടപെടുന്ന ആൾ നീയാണ്, എല്ലാത്തിലും ചാടി വീഴുന്നത് നീയാണ്. അങ്ങനെയുള്ള നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ഇടപെടണ്ടേ? വേണ്ട, ഇവിടെ ആരും എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടണ്ട, പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദു കയറി ചാടി തുള്ളി അങ്ങ് വീടിനകത്തേക്ക് അങ്ങ് പോവുകയാണ്. അങ്ങനെ നമ്മുടെ വിവേകിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു ഫ്രണ്ട് പറയണേ, എടാ നീ വിഷമിക്കണ്ട, അവൾക്ക് നല്ല വിഷമമുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എന്ന് പറയണേ. എടാ എനിക്കറിയില്ല എടാ നമ്മുടെ നന്ദുവിനെ എന്ന് പറഞ്ഞിട്ട് അവന്മാരങ്ങ് പോവുകയാണ്.
അതേസമയം നമ്മുടെ ആദർശ് രാവിലെ നടക്കാനൊക്കെ പോയിട്ട് നമ്മുടെ നയനയ്ക്ക് മുല്ലപ്പൂവൊക്കെ ആയിട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ മുല്ലപ്പൂ മാല കൊണ്ടുവന്ന് നയനയ്ക്ക് വിളിച്ച് കൊടുക്കുമ്പോൾ നയന ചോദിക്കണേ, എന്താ ആദർശേട്ടാ ഇത്? ഇത് കുറച്ച് മുല്ലപ്പൂ മാല, ഞാൻ നിന്നെ ഓർത്തു അങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്കോ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് വേണമെന്ന്. നീ പറഞ്ഞില്ല, പക്ഷേ ഞാൻ രാവിലെ നടക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ചേച്ചി ഒരു റോഡ് സൈഡിലിരുന്ന് മുല്ലപ്പൂമാല ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 5 മുഴം അങ്ങ് മേടിച്ചു. 5 മുഴോ? എന്തിനാ ആദർശേട്ടാ ഇത്രയ്ക്ക് പൂമാല? ഇരിക്കട്ടേന്നേ, അതിന് ഞാനിപ്പോൾ എങ്ങും പോകുന്നില്ലല്ലോ, ഞാൻ വീട്ടിൽ നിൽക്കുകയല്ലേ. വീട്ടിൽ നിൽക്കുമ്പോൾ എന്തിനാ ആദർശേട്ടാ ഇത്രയും പൂമാല? എടി, ഇത് തലയിൽ വെച്ചാലുണ്ടല്ലോ പെൺകുട്ടികൾക്ക് ഒരു നാച്ചുറൽ സ്മെല്ലാണ്. അടുത്തൂടെ പോകുമ്പോഴുണ്ടല്ലോ നല്ല മണമാണ്. ആഹാ, അപ്പോൾ മണക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണോ? എന്നാൽ എനിക്കിത് വേണ്ട. ഞാൻ കരുതിയത് ആദർശമായിട്ട് സ്നേഹം കൊണ്ട് മേടിച്ചതാണെന്നാ. എൻ്റെ നയനെ, ഇതിനകത്തേ എൻ്റെ സ്നേഹമുണ്ട് എന്നിങ്ങനെ പറയണം. ആഹാ, എങ്കിൽ ഇങ്ങ് തന്നേരം ആദർശേട്ടാ എന്ന് പറയണ. അപ്പോൾ ആദർശ് അങ്ങനെ എങ്ങ് കൊടുക്കുകയാണ്. അപ്പം നയന പറയണ, ആദർശേട്ട് ശരിക്കും സ്നേഹത്തോടു കൂടി വാങ്ങിച്ചതാണെങ്കിൽ ഇത് സ്നേഹത്തോടു കൂടി എൻ്റെ മുടിയിൽ ഇങ്ങ് വെച്ച് തന്നൂടെ? ചൂടിത്തരാമല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ എന്നിട്ട് ആദർശ് പറയണം, നീ തിരിഞ്ഞ് നിൽക്ക് എന്നിങ്ങനെ പറയണം. അങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നയനയുടെ മുടിയിലേക്ക് അതിൽ നിന്ന് കുറച്ച് പൂ ഇങ്ങനെ വച്ചു കൊടുക്കുകയാണ്. ബാക്കി പൂ നയനയുടെ കയ്യിൽ തന്നെ ഇലയിൽ ഇരിപ്പുണ്ട്. ആ സമയത്തിന് തന്നെ നമ്മുടെ ദേവയാനി ജലജയും താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇവർ ഈ സംഭവം കണ്ടുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ആദർശ് പറയണേ, നയനേ, ഇനി തൊട്ട് നോക്കിക്കോ, ഞാൻ രാവിലെ ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ പൂവൊക്കെ കാണുന്നെങ്കിൽ നിനക്ക് നല്ല ഇഷ്ടമാണെന്ന് എനിക്കറിയാം, ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് ഇതുപോലെ തലയിൽ ചൂടിത്തരാം എന്ന് പറയണേ. അപ്പോൾ നയന പറയണേ, എന്തിനാ ആദർശേട്ടാ ഇങ്ങനെ പൈസയൊക്കെ പാഴി കളയുന്നത്? വെറുതെ ആവശ്യമില്ലാതെ പൈസ പാഴി കളയണ്ട. എൻ്റെ നയനെ, ഇതിനൊക്കെ ചെറിയ പൈസയല്ലേ ആവുള്ളൂ, ഒരുപാട് പൈസയൊന്നും ആവില്ലല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നമ്മുടെ ജലജ ചാർജ് ആവുകയാണ്. ജലജ പറയണം, നോക്കേട്ടത്തി നോക്ക്, അവൻ പൂ മേടിച്ചുകൊണ്ട് വന്ന് അവൻ്റെ ഭാര്യയുടെ തലമുടിയിൽ വെച്ചു കൊടുക്കുന്നത് നോക്ക്. ഏട്ടത്തി, ഇത് ഏട്ടത്തിയെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അവൾ അവനെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്നതാണ്. അതിനാണ് എല്ലാവരും കാണത്തക്ക രീതിയിൽ ഇവിടെ ഇറങ്ങി വന്ന് ചെയ്യുന്നത്. ഈ സമയത്ത് ഏട്ടത്തി ഇറങ്ങി വരുമെന്നേ അവൾക്ക് നന്നായിട്ടറിയാം. അവളെ പഠിച്ച കള്ളിയാ ഏട്ടത്തി എന്നിങ്ങനെ പറയണം. ഏട്ടത്തിയുടെ കാര്യം പിന്നെ പറയണോ ഇത് കേൾക്കുമ്പോഴത്തേക്ക്? അങ്ങനെ നമ്മുടെ ദേവയാനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോഴത്തേക്ക് കലി കയറാൻ ഇറങ്ങോട്ടും പോവണ്ട. അപ്പോൾ ജലജ പറയണ്, കണ്ടില്ലേ ഏട്ടത്തി, അവനെ കൊണ്ട് മുടിയിൽ ചൂടിക്കുകയാണ്. ഇതിനു മുമ്പ് രണ്ടാളും ബെഡ്റൂമിൽ മാത്രമേ ഉള്ളായിരുന്നു എല്ലാം. ഇപ്പോൾ എല്ലാം പുറത്തേക്കായി. ഒരിത്തിരി പൂ വെച്ച് കൊടുത്തനാണ് കേട്ടോ ഈ പറയുന്നത്. അങ്ങനെ നമ്മുടെ ദേവയാനി പറയണേ, നീ വാ ജലജെ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും താഴേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കണം, ആദർശേ എന്ന് വിളിക്കണം. ആദർശ് മേടിച്ചു പോയി ആ ഒരു വിളി കേൾക്കുമ്പോഴത്തേക്ക്. ആദർശ് ചോദിക്കണം, എന്താ അമ്മേ, എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ ആദർശനെ, എന്താ അമ്മേ, നീ അവളുടെ തലയിൽ പൂ മേടിച്ചുകൊണ്ട് വന്ന് ചൂടി കൊടുക്കുന്നുണ്ടോ? കൊള്ളാം ആദർശേ, കൊള്ളാം. അപ്പോൾ ആദർശ് പറയണ, അമ്മേ, അത് ഞാൻ വരുന്ന വഴിയിൽ നോക്കിയപ്പോൾ ഒരു ചേച്ചിയുടെ കയ്യിൽ പോയിരുന്ന് അമ്മയ്ക്ക് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവക്ക് വാങ്ങിക്കുമ്പോഴാണോ നീ എനിക്ക് വാങ്ങിക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കണം. എടാ, നീ ഇത്രയും കാലത്തിനമ്മച്ചു ഒരിക്കലെങ്കിലും എനിക്കൊരു ഇത്തിരി പൂ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടാടാ? നിനക്ക് തോന്നിയിട്ടുണ്ടോ ഒരിത്തിരി പൂ എനിക്ക് മേടിച്ച് തരാനായിട്ട്? ഇപ്പോൾ പൂവും കൊണ്ട് വന്നിരിക്കുന്നു. അവൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചപ്പോൾ എനിക്ക് ഇത്തിരി അതിൽ നിന്ന് തരാമെന്ന്. എടാ, നിൻ്റെ ഭാര്യ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണോടാ ഞാൻ ഉപയോഗിക്കേണ്ടത്? അല്ല അമ്മേ, അമ്മേ, ഞാൻ മൊത്തം 5 മുഴം പൂ മേടിച്ചിട്ടുണ്ട്. 5 മുഴം പൂ മേടിച്ചിട്ടുണ്ട്. അതിൽ 2 മുഴം ഇവക്ക് കൊടുത്തു. ഇനി 3 മുഴം വെച്ചിരിക്കുന്നതേ അമ്മയ്ക്കാണ്. എന്നാ അമ്മയെന്ന് പറഞ്ഞിട്ട് നയനയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഇങ്ങനെ ദേവയാനിക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ദേവയാനിയുടെ കയ്യിലിങ്ങനെ വച്ചു കൊടുക്കുകയാണ് ആദർശ് ഇങ്ങനെ. പക്ഷെ ദേവയാനി മേടിക്കുന്നില്ല. അതിങ്ങനെ പിടിച്ച് പറിച്ചിട്ട് വലിച്ച് പറിച്ച് ദൂരേക്ക് എറിയുകയാണ് നമ്മുടെ ദേവയാനി. എന്നിട്ട് നിൻ്റെ ഒരു പൂവ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജലജ പറയാണ്, കണ്ടില്ലേ ഏട്ടത്തി, കണ്ടില്ലേ, ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ്റെ ഭാര്യയ്ക്ക് 2 മുഴം പൂ മേടിച്ചപ്പോൾ ഏട്ടത്തിക്ക് 3 മുഴം പൂ മേടിച്ചെന്ന്. എൻ്റെ പൊന്നോ, അതെന്ത് കണക്കാണോ എന്തോ, 2 മുഴം പൂ മേടിച്ചപ്പോൾ 3 മുഴം പൂ ഏട്ടത്തേക്ക് മേടിച്ചെന്ന്. അങ്ങനെ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഇരുന്ന് ഇങ്ങനെ വിറയ്ക്കുകയാണ്. അപ്പോൾ ജലജ പറയാണ്, ഇത്രേ ഉള്ളൂ ഏട്ടത്തി, നോക്ക്, ഒരു ഭാര്യയെ കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഇപ്പം ഏട്ടത്തിയതേ ഇടിച്ച് താഴ്ത്തുകയാണ് ഇവൻ ചെയ്യുന്നത്. അപ്പോൾ ആദർശന് ദേഷ്യം വരികയാണ്. അപ്പോൾ ആദർശ് ജലജയോട് പറയണേ, അപ്പച്ചിയുടെ മകൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കരുതിയിട്ടേ എൻ്റെ സ്നേഹം അളക്കാനായിട്ട് അപ്പച്ചി നിൽക്കേണ്ട. എനിക്ക് എൻ്റെ അമ്മയോട് കൂടെ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം എന്നിങ്ങനെ പറയണ്. കൊള്ളാലോടെ ആദർശേ, ഇവക്ക് വേണ്ടിയിട്ട് വന്ന് നീ അപ്പച്ചിയോടും വഴക്കിന് വന്ന് തുടങ്ങിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയണു, എനിക്കിപ്പം നിന്നെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് ആദർശേ, ഞാൻ വിചാരിച്ചെനക്കൊന്നുമല്ല,
നിനക്കിപ്പോൾ ഇവളെ ഇഷ്ടമാണല്ലേടാ എന്നിങ്ങനെ പറയണ. ഇഷ്ടമല്ലായിരുന്നെങ്കിൽ നീ ഇവളുടെ മുടിയിൽ പൂ വെച്ച് കൊടുക്കുമായിരുന്നോ? അപ്പോൾ ആദർശ് പറയണം, അമ്മേ അമ്മ വിചാരിച്ച കണക്കൊന്നും അല്ല. ഞാൻ നടക്കാൻ പോയിട്ട് വരുന്ന സമയത്തിന് ഒരു ചേച്ചി ഇങ്ങനെ റോഡ് സൈഡിൽ പൂ വിൽക്കുന്നത് കണ്ടോ. അപ്പോൾ ഇവളാ ഇന്നാൾ പറഞ്ഞത്, ഇവളുടെ കൂടെ എവിടെ പോയിട്ട് വന്നപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് പൂ മേടിച്ചു കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. ആണോടി? ഇവൻ പറയുന്നത് സത്യമാണോടി? അത് പിന്നെ അമ്മ എനിക്ക് പൂവ് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദർശേ, നീ ഇനി കൂടുതൽ വീണ്ടെടുത്ത് കിടന്ന് ഉരുളണ്ട. മുറിയിൽ പോടാ, പോയി കാച്ചി എണ്ണ എടുത്ത് തലയിൽ തേച്ച് കുളിക്ക് എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ ആദർശ് അപ്പോഴേ എസ്കേപ്പ് ആവുകയാണ്. അതിന് തൊട്ട് മുന്നിൽ നമ്മുടെ വിട്ടുപോയതാണ് പറയാൻ, ജയൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ബഹളം കേട്ടിട്ട്. അപ്പം നോക്കുമ്പോൾ ദേവയാനിയുടെയും ഇവരുടെ ഒരു സംഭവം, ഈ ഒരു ഭയങ്കര വഴക്കൊക്കെ കണ്ടിട്ട് പുള്ളിക്കാരൻ അപ്പോഴേ എസ്കേപ്പായിട്ട് നേരെ മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദർശ് മുകളിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ ജലജ പറയണ്, നോക്കേട്ടത്തി ഇവള് തലയിൽ പൂവൊക്കെ ചൂടി നിൽക്കുന്ന നോക്കിയാണ്, എത്ര സന്തോഷത്തിലാണ് ഇവള് നിൽക്കുന്നത്. ഏട്ടത്തിയുടെ സന്തോഷം മുഴുവനും പോവുകയും ചെയ്തു. അപ്പം ദേവയാനിക്ക് ചാർജ് ആവുകയാണ്. പിന്നെ ദേവയാനി പറയണ്, ഇപ്പം സന്തോഷമായോടി നിനക്ക്? സന്തോഷമായോന്ന്? എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നീ നശിപ്പിച്ച് കളഞ്ഞില്ലേടി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നയന ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ ദേവയാനി പറഞ്ഞു, എടി ഇപ്പം സന്തോഷമായോടി? അപ്പോൾ ഉടനെ നയന പറയണ്, എൻ്റെ ഭർത്താവ് സ്നേഹത്തോടു കൂടി ഒരിത്തിരി പൂവ് മേടിച്ചുകൊണ്ട് എൻ്റെ മുടിയിൽ ചൂടി തന്നാൽ പിന്നെ എനിക്ക് സന്തോഷമാവില്ലേ അമ്മേ എന്നിങ്ങനെ ചോദിക്കണം. നിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ട് നയനെ പിടിച്ച് ബലമായിട്ട് തിരിച്ച് നിർത്തുകയാണ്. എന്നിട്ട് മുടിയിൽ ചൂടിയിരുന്ന പൂ വലിച്ച് പറിച്ചെടുക്കുകയാണ്, മുടിയോടുകൂടി വലിച്ച് പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് നിലത്തേക്ക് എറിയാണ്. ഇന്നാടി ഇതിൻ്റെ സന്തോഷം നിലത്ത് കിടപ്പുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയന നിന്ന് കരയാണ്. അതിനുശേഷം ദേവയാനി തൂറിച്ചൊരു നോട്ടമൊക്കെ നോക്കി ഓങ്ങിയിട്ട് ദേവയാനി അങ്ങ് കയറി പോവുകയാണ്. അങ്ങനെ നമ്മുടെ നയന നിലത്ത് കിടക്കുന്ന ആ മുല്ലപ്പൂ മാല ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ജലജ പറയണേ, ഹെടി നിനക്ക് പൂമാല വേണമെന്നുണ്ടെങ്കിലേ ആദർശിനെ കൊണ്ട് പേടിപ്പിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. മുറ്റത്ത് നിറയെ അത്യാവശ്യത്തിന് പിച്ചിയും മുല്ലയും ഒക്കെ പൂത്ത് നിൽപ്പുണ്ട്. അതിൽ നിന്ന് കുറച്ച് പൂ പൊട്ടിച്ചെടുത്തിട്ട് ഒരു ചരടിൽ കോർത്താലേ അത് പൂമാലയാവും. അവനെ കൊണ്ട് മേടിച്ചുകൊണ്ട് വന്നത് മനഃപൂർവ്വം തന്നെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞിട്ട് ജലജയും പോവുകയാണ്. അങ്ങനെ നമ്മുടെ നയന ആ പൂമാല എടുത്ത് മാറോട് ചേർത്ത് വെച്ചിട്ട് അതിൽ നോക്കി ഇങ്ങനെ കരയാണ്. എന്നിട്ട് പറയാണ്, ആരൊക്കെ വലിച്ചു പറിച്ച് എറിഞ്ഞാലും പിച്ച് ദൂരെ കളഞ്ഞാലും എന്ത് ചെയ്താലും നിലത്തിട്ട് ചവിട്ടിയാലും ഇതെൻ്റെ ഭർത്താവ് സ്നേഹത്തോടു കൂടി മേടിച്ചുകൊണ്ട് വന്ന് എൻ്റെ മുടിയിൽ ചൂടി തന്നതാണ്. ഇതെനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ് എന്നും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പൂമാല ചേർത്ത് വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ നയന. അതേസമയത്ത് നമ്മുടെ മുകളിലോട്ട് ചെല്ലുന്ന ആദർശ് കാണുന്നത് നമ്മുടെ ജയനെയാണ്. അപ്പോൾ ജയൻ നമ്മുടെ ആദർശിനെ കാണുമ്പോഴത്തേക്ക് പറയണേ, മോനെ ആദർശേ, താഴോട്ട് ഞാൻ വന്നപ്പോഴത്തേക്കേ ഞാൻ കേട്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ. എടാ ആദർശേ, നിൻ്റെ അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും നീ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അവളുണ്ടല്ലേ ആവശ്യമില്ലാത്ത കാര്യത്തിനായി പ്രശ്നങ്ങൾ അത്രയും ഉണ്ടാക്കുന്നത്. അവൾക്ക് നയന മോളെ തീരെ ഇഷ്ടമല്ല. സത്യം പറഞ്ഞാലുണ്ടല്ലോ ആരും കേൾക്കണ്ട, നിൻ്റെ അമ്മയും അറിയണ്ട. നിൻ്റെ അമ്മയ്ക്ക് നയനയുടെ മുന്നിൽ നിൽക്കാനുള്ള ഒരു ക്വാളിറ്റിയും ഇല്ലടാ, ഒരു യോഗ്യതയില്ല. പിന്നെ അവൾക്ക് നയനമോളോട് അസൂയയും ഉണ്ട് അത്യാവശ്യം. പിന്നെ മോള് വന്നു കയറിയതിന് ശേഷം ഈ കുടുംബം എന്ന് നല്ല രീതിയിലേ വന്നിട്ടുള്ളൂ. നമ്മുടെ ജ്വല്ലറിയൊക്കെ നേരത്തേക്കാളും ഒരുപാട് ഉയരത്തിലെത്തി. ഇന്ന് ഏതൊരു ക്ലയൻറ്റ് വന്നാലും നമുക്ക് അവരുടെ മുന്നിൽ കൈമലർത്തി കാണിക്കേണ്ടയും ഇരുന്ന് വിയർക്കേണ്ടയും ഒരു കാര്യമില്ല. ഏത് തരത്തിലുള്ള ഡിസൈൻ വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും മോള് റെഡിയാക്കി തരും. അങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിലാണ് മോള് നമ്മൾക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള മോളെ നീ ഒരിക്കലും വിഷമിപ്പിക്കരുത്. നോക്ക്, നയന മോളെ സ്നേഹിക്കുന്ന കൊച്ചുമോനെയാണ് മുത്തശ്ശനും ഇഷ്ടം. അതുകൊണ്ട് നിൻ്റെ മുത്തശ്ശനൊക്കെ ഇപ്പോൾ എത്ര സന്തോഷത്തിലാണെന്ന് അറിയാമോ? അതുകൊണ്ട് നീ അവളെ സ്നേഹിക്കണം. അതെ അച്ഛാ, ഞാനിപ്പോൾ നയനെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നേരത്തെ പോലെയൊന്നുമല്ല, ഇത്തിരിയൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട് എനിക്ക് അവളോട്. ഇത്തിരിയൊന്നും പോരെ മോനെ, നീ അവളെ നന്നായിട്ട് സ്നേഹിക്കണം. ഒരു ഭർത്താവിൻ്റെ എല്ലാ കടമകളും കാര്യങ്ങളും എല്ലാം നീ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയുകയാണ് മകനോട്. അപ്പോൾ അത് കേട്ടിട്ട് ആദർശ് പറയാണ്, അതെ അച്ഛാ, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല എൻ്റെ ഭാഗത്ത് നിന്ന്. നയനെ ഞാൻ വിഷമിപ്പിക്കില്ല. ആദർശേ, ഇനിയിപ്പോൾ അനിയുടെ കല്യാണമൊക്കെ വിളിക്കാൻ പോകണ്ടേ? നീ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ജ്വല്ലറിയിലേക്കൊന്നും പോകണ്ട. നീ നയനമോളെയും കൂട്ടിയിട്ട് പോ കല്യാണം പറയാനായിട്ട്. പിന്നെ ദേവയാനിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതോർത്ത് നീ വിഷമിക്കണ്ട. ദേവയാനി എന്തെങ്കിലും പറഞ്ഞാലേ നീ മൈൻഡ് ചെയ്യാൻ പോകണ്ട, അവിടെ കിടന്ന് പറയട്ടെ. നീ കൂടുതൽ അവളെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് അവൾക്ക് ഈ കുഴപ്പം അത്രയും. എൻ്റെയും ദേവയാനിയുടെയും വിവാഹം കഴിഞ്ഞ സമയത്തെ നമ്മൾ എല്ലായിടത്തും പോകുമായിരുന്നു. അടിച്ച് പൊളിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിച്ചത്. അങ്ങനെയുള്ള ദേവയ്ക്ക് ഇപ്പം നിങ്ങൾ തമ്മിൽ ജീവിക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ അസൂയ തോന്നേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ അമ്മമാർ പറയുന്നതൊക്കെ കേൾക്കണം, അത് ആവശ്യത്തിനാവണം.
ആവശ്യത്തിലധികം അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ മോൻ നയനമോളുമായിട്ട് സന്തോഷമായിട്ടിരിക്കണം, അതാണ് അച്ഛന് കൂടുതൽ ഇഷ്ടം എന്നിങ്ങനെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ആദർശ് പറയണം, അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇതുവരെയും ആരോടും പറയാത്തൊരു കാര്യം, പക്ഷെ അത് അച്ഛൻ ആരോടും പറയരുത്. ഞാൻ പറയില്ല മോനെ, നീ ധൈര്യമായിട്ട് എന്നോട് പറ. അപ്പോൾ ഉടനെ ആദർശ് പറയണം, അതേ അച്ഛാ, വിവാഹത്തിന് മുമ്പ് ഒരു റോഡ് സൈഡിൽ വെച്ചേ ഒരിക്കൽ ഇവളെന്നെ തല്ലിയിട്ടുണ്ട് നയന എന്ന് പറയണം. അപ്പം നമ്മുടെ അച്ഛൻ പറയുകയാണ്, എടാ വിവാഹത്തിന് മുമ്പ് അവൾ നിന്നെ ഒരു വട്ടമല്ലേ തല്ലിയിട്ടുള്ളൂ, അതിലൊരു തെറ്റുമില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ, നിന്നെ തല്ലി പഴിപ്പിക്കാത്തതിലേ അവളെ കയ്യിൽ തന്നെ തെറ്റ്. നിന്നെ ഉണ്ടല്ലോ അവൾ ഒന്ന് തല്ലിയാൽ പോരാ ഇപ്പം നിൻ്റെ ഈ സ്വഭാവം വെച്ചിട്ട് എന്നിങ്ങനെ ജയൻ പറയുകയാണ്. അങ്ങനെ ജയൻ ഫുൾ സപ്പോർട്ടോടുകൂടി, കട്ട സപ്പോർട്ടോടുകൂടി നിൽക്കുകയാണ് നമ്മുടെ ആദർശിനെ. അങ്ങനെ നമ്മുടെ ജയൻ പോവുകയാണ്. അങ്ങനെ എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു, നല്ല സൂപ്പർ എപ്പിസോഡായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയനെ ഇഷ്ടമാണോ? നിങ്ങൾക്ക് ജയനെയാണോ ഇഷ്ടം, ദേവയാനിയാണോ ഇഷ്ടം? ജയനെ ഇഷ്ടമുള്ളവരും ദേവയാനി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ ദയവ് ചെയ്ത്. അതുപോലെ തന്നെ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്.